മുൻ മന്ത്രി ജി സുധാകരൻ മാധ്യമങ്ങൾ കാണുന്നു. തത്സമയം എന്തോ പറഞ്ഞു ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അന്നേരം ഞാനിത് കൊടുത്തുമില്ല, കാരണം രാവിലെ വന്നിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് പത്രത്തിലുണ്ട്, മനോരമയിലുണ്ട്, മാധ്യമത്തിൽ, 2 പത്രത്തിലാണ് ഞാൻ കണ്ടത്. പാർട്ടിയോട് ചേർന്ന് പോകണം, പാർട്ടിയെയോ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. സൈബർ ആക്രമണം ആര് നടത്തിയാലും അത് ശരിയല്ല, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് ആണ്, അതൊക്കെ പരിശോധിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സജി ചെറിയാൻ്റെ ഉപദേശം എന്നാണ് മനോരമയുടെ കിട്ടി. ഈ സുധാകരൻ സജി ചെറിയാൻ്റെ ഉപദേശം. ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത്, പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്. അത് തന്നെ സജി ചെറിയാൻ പറയാറില്ല. സജി ചെറിയാൻ മാർക്സിസ്റ്റ് ശൈലിയിൽ, സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത്. ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഏതാനും 2 ആഴ്ചക്ക് മുമ്പ് മനോരമയിൽ സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ 14 കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ. പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച 14 കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ, ഇടയ്ക്ക് കുറച്ചു കാലം മന്ത്രിസഭയിൽ നിന്ന് മാറിയോ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത്. മന്ത്രിസഭയിൽ ഞങ്ങൾ 10 വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി. അപ്പം ഞാൻ പറയുന്നത്, എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്രബോധമോ അല്ലോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളുടെ 2 പേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാൽ. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹമല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹം 72 കൂടി SFIയുടെ സംസ്ഥാന സമ്മേളനത്തിലെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു, കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ? ആലോചിച്ച് നോക്ക്. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് സംസ്ഥാന കമ്മിറ്റി ഒന്ന് മാറ്റി. ആര് മാറ്റി? എടുത്തില്ല എന്ന് പറയണം. ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിയതുകൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി CH കണ്ണാനോട് വന്നിരുന്നിട്ടാണ് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയില്ലേ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ. ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ. അപ്പോൾ ബാലി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും മ്ലേച്ഛവും മാർക്സിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഈ ആക്രമണത്തിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. അന്നത്തെ പോലെ തന്നെ ഞാനിപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു. ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ. അതൊക്കെ പാർട്ടി പഠിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് ആ മാറ്റം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ മാറിയിട്ടില്ല. ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കോ, എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് സജി ചെറിയാനും. മുമ്പ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് തിരുത്താൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എൻ്റെ അർത്ഥം. പറഞ്ഞ് തിരുത്തണമെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനും അറിയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി ഞാൻ പാർട്ടിക്കകത്താണ്, പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. സജി ചെറിയാൻ എത്രയോ ദുർഘടഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഞാൻ മിനിസ്റ്ററായിരുന്ന കാലത്ത് പോലും
പിണറായി സഖാവിൻ്റെ അടുത്ത് പോകുന്നതിന് ചില അവസരങ്ങൾ ബുദ്ധിമുട്ട് വന്നു സജി ചെറിയാൻ. ഞാൻ സജി ചെറിയാനോട് സംസാരിച്ചു. ആലപ്പുഴ പാർട്ടിയുടെ നേരായ ഫൈറ്റിന് വേണ്ടി സഹായിച്ച കോമ്രേഡാണ്. സംശയം എന്താ? എൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തതല്ലേ. ആ കാലം ഒന്നും വിസ്തരിക്കാനല്ല ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അതുപോലെ കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പറയുകയല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്താ അർഹതയുള്ളത്? പറ. അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അന്തസ്സമയത്ത് നിന്ന് തന്നെ മാറത്തക്ക തരത്തിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കും പറ്റാത്തത് പറഞ്ഞതുകൊണ്ടല്ലേ. ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാവോ? അത് പറയുമോ? പാർട്ടി നയത്തിനും എതിരെ പറഞ്ഞ ഒരു കാര്യം പറയാം. പാർട്ടിക്ക് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിക്കെതിരെ പാർട്ടിയെപ്പറ്റി ചീത്ത പറഞ്ഞാൽ പാർട്ടി നയത്തിനെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിപരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും പാർട്ടി നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അത് ഞാൻ പാർട്ടിയുടെ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇതെന്താണെന്ന് എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ. അല്ലെങ്കിൽ ചോദിക്കത്തില്ലേ? ഞാനത് തുടരും. ഇത് പാർട്ടിയെ, ആലപ്പുഴ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ ആഗ്രഹമുണ്ട്. ഞാനും ഒരു പങ്ക് വഹിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു തുള്ളി ചോര ഇതിൽ വീണതാണ്. മനസ്സിലായോ? ഒരു പൈസയും ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു കുടുംബസ്വത്തും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നോട് ഏറ്റുമുട്ടാൻ സഹിച്ചറിയാൻ വരേണ്ടതില്ല. അത് നല്ലതല്ല. കാരണം നിങ്ങൾക്ക് എന്നെ നന്നായിട്ടറിയാം. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു തരത്തിലുള്ള വ്യക്തിപരമായ വൈകല്യങ്ങൾക്കും പോകുന്ന ആളല്ല. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിനുള്ളിൽ ഫേസ്ബുക്കിൽ വന്ന വൃത്തികെട്ട പോസ്റ്റുകളെല്ലാം ഒന്ന് ശേഖരിക്കുക. ഉപദേശിച്ചൊക്കെ ഇരിക്കട്ടെ, അനിയനോട് ഉപദേശിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതിനുള്ളതായില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റെല്ലാം എടുപ്പിക്കുക. ഇപ്പോൾ സാങ്കേതികവിദ്യ എടുത്തിട്ടെന്ന് വിശകലനം ചെയ്യുക. ഇതെല്ലാം കൂടെ വളരെ കുറച്ച് ആളുകൾ പല പേരുകൾ പറയിപ്പിക്കുന്നതാണ്. അതിൻ്റെ പിന്നിലൊക്കെ ആളുണ്ട്. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ ജനൻ ടി വി പറഞ്ഞത് ഇന്നാലെ പറ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയാമോ? ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഉടനെ ഇന്നാലെ പറ്റിയാണ്. അപ്പോൾ അത് ആ പ്രവർത്തന ശൈലി തന്നെ ശരിയല്ല. അങ്ങനെ പറയേണ്ട കാര്യം, ഒരാൾ പറയാത്ത കാര്യം ഇന്നാലെ പറ്റിയാണ്. എന്താ എനിക്ക് പറയാൻ പേടിയുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.